വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സോ നമ്മളിന്ന് ചിയാങ് മായിലെത്തി. 10 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു ബാങ്കോക്ക് ടു ചിയാങ് മായ്. സോ ഇന്ന് രാവിലെ ഒരു 7-8 മണിയാകുമ്പോൾ എത്തി. ഇന്നിപ്പം ജസ്റ്റ് ഒരു ബൈക്ക് റെൻ്റ് എടുക്കണം ഫോർ 5 days. പിന്നെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു 2-3 ക്ഷേത്രങ്ങളുണ്ട്. സോ അതെല്ലാം ഒന്ന് കറങ്ങിയിട്ട് വേണം. പിന്നെ നാളത്തേക്കുള്ള പരിപാടി, നാളെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, ഈപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്, അതൊന്ന് ട്രൈ ചെയ്യണം. നോക്കട്ടെ എങ്ങനെയാണോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളെടുത്ത ബൈക്ക് ഇതാണ്, ഹോണ്ടയുടെ ക്ലിക്ക് എന്ന് പറഞ്ഞ 125cc കോംബി ബ്രേക്ക്. സ്ക്രാച്ച് 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 ഹിയർ, സ്ക്രാച്ച് ഹിയർ.บ้านก็เขียนคนนี้กำมองเดี๋ยวผมจะไปอุ้มบ้างเลย 2940. Helmet okay, mirrors okay. സോ നമ്മളിപ്പോൾ ഇവിടെ വാറ്റ് സിരീസ് ഫൻ അങ്ങനെ എന്തൊരു ടെമ്പിൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആക്ച്വലി വാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പിൾ എന്നാണ് അർത്ഥം. സോ ബേസിക്കലി ഇത് അറിയപ്പെടുന്നത് സിൽവർ ടെമ്പിൾ എന്ന് അങ്ങനെ എന്താണ്. കാരണം ഇത് കണ്ടില്ലേ, ഇത് മൊത്തം സിൽവർ കളറാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ടെമ്പിൾസും ഗോൾഡ് ഷ്രൈൻ വെച്ചിട്ടുണ്ടാക്കില്ലേ, അതായത് ഗോൾഡിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ മേൽക്കൂരൊക്കെ പണിയുന്നത്. ഇത് മൊത്തം സിൽവറാണ്. സോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്, പക്ഷേ അതിൽ ഹിന്ദുവിൻ്റെ ഗണപതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു ടെമ്പിളും കൂടി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് വാട്ട് ഫോർട്ടാണോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. പക്ഷേ അതും ബുദ്ധിസ്റ്റ് ടെമ്പിൾ തന്നെയാണ്. അതും നല്ല രസമായിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. അത് കുറച്ചും കൂടി ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള സ്ഥലമാണ്. അത് കുറച്ചും കൂടി ഒരു പ്രെയർ മോഡിൽ പോകുന്ന ഒരു ടെമ്പിളാണ്.
ചിയാങ് കുറേ ടെമ്പിളുകളുണ്ട്. ഇതും നമ്മുടെ നാട്ടിലൊക്കെ പോലെ ചില ടെമ്പിൾസിന് ശബരിമലയൊക്കെ പോലെ തന്നെ ലേഡീസിന് അലൗഡ് അല്ല ഉള്ളിൽ. എല്ലാവർക്കും ഒന്ന് പുറത്ത് കാണാം. അപ്പോൾ ഒരു ലേഡി ഉള്ളിൽ കയറാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ ഒന്ന് ഉള്ളിൽ കയറാൻ പറ്റില്ല, അവിടെ ബോർഡ് ചെയ്തിട്ടുണ്ട് മെൻസ് ഓൺലി. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട ടെമ്പിൾ എന്ന് പറയുന്നത് വാട്ട് ലോക്ക് മോളി എന്ന് പറഞ്ഞ ടെമ്പിൾ. ഇത് ഭയങ്കര ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ട്രാഫിക് ഒന്നുമില്ല, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അത്യാവശ്യം നിറയെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള സ്ഥലമാണ്. ചിയാങ് റായ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയും ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള സ്ഥലമാണ്. പറയുന്നത് ഏകദേശം ചിയാങ്മായി തന്നെ 300ഓളം ടെമ്പിൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ 3-4 ടെമ്പിൾ ഇറങ്ങിയപ്പോൾ തന്നെ മതിയായി. 300 ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ 1-1.5 മാസം എടുക്കും തോന്നുന്നു. ഈ കാണുന്ന ടെമ്പിൾ ഉണ്ട്. ഇത് ഏതാ ടെമ്പിളിന്റെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഖാവോ സായി അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര് കുറച്ചിങ്ങനെ എല്ലാം ഏകദേശം ഒരേപോലെ ഉള്ളതുകൊണ്ട് ഓർത്ത് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. This is the bike which I took for 5 days exactly. ഇന്നിപ്പോൾ 4-ാം തീയതിയാണ്. 9-ാം തീയതി തിരിച്ചു കൊടുക്കണം. ഞാൻ ലാസ്റ്റ് പറഞ്ഞ അമ്പലത്തിൻ്റെ പേര് തെറ്റിപ്പോയി. വാട്ട് രാജ് മൗണ്ടെയിൻ എന്നാണ്. ഖാവോ സൈൻ എന്നോ അങ്ങനെ എന്തായാലും പറഞ്ഞത്. പക്ഷെ അത് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പേരായിരുന്നു. പിന്നെ ഞാൻ ഓർത്തത് വാട്ട് എന്ന് പറഞ്ഞ ടെമ്പിളാണല്ലോ. പിന്നെ വീണ്ടും ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കര രസമുണ്ട്. എല്ലാ ടെമ്പിളും ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ. എല്ലാം ഇൻസ്റ്റാഗ്രാമുകളാണ്. പിന്നെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള 10 ടെമ്പിൾ ChatGPT ചോദിച്ചപ്പോൾ എടുത്ത് തന്നു. അത് ബേസിട്ട് പോകാമെന്നൊക്കെ നോക്കി. പക്ഷേ അടുത്തടുത്തുള്ള ടെമ്പിളൊക്കെ നോക്കുമ്പോൾ അതും എല്ലാവരും നല്ല രസമുള്ള ടെമ്പിൾ തന്നെയാണ്. സോ ആക്ച്വലി ഇതേ ഒരു റോയൽ എൻഫീൽഡ്. ഇവിടെ വണ്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ് കേട്ടോ. അതായത് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു കാറുകളിലൊരു പകുതി മുക്കാലും എനിക്ക് തോന്നുന്നു ചൈനീസ് വണ്ടികളാണ്. അതൊന്നും കേൾക്കാത്ത വണ്ടികൾ. ഇതൊക്കെ ഏത് യൂണിവേഴ്സിൽ തന്നെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. നേത എന്ന് പറഞ്ഞൊരു വണ്ടി കണ്ടു. പിന്നെ ദീപാൽ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു സ്കൂട്ടറും കാറും ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്. പിന്നെ ഞാൻ കണ്ടത് ഓറ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, ORA. അത് നല്ല രസമുണ്ട് വണ്ടി കാണാൻ. പിന്നെ MGയുടെ കളിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ബെൻസാന്ന് തോന്നും, പക്ഷെ അതല്ല, അത് MG ആണ്. ഫുൾ ചൈനീസ് വണ്ടികളാണ്. പിന്നെ കുറേ പഴയ ജാപ്പനീസ് വണ്ടികളുണ്ട് കേട്ടോ. നമ്മുടെ JDM കാറ്റഗറിയിലുള്ള കുറേ വണ്ടികളുണ്ട്. മെയിനായിട്ട് ഹൈലക്സ്, അതേ ഒരു ഫോർച്യൂണർ അവിടെ കിടക്കുന്നുണ്ട്. ഫോർച്യൂണർ പോലെ തന്നെ കുറേ അങ്ങനത്തെ 4Runner, FJ ക്രൂസറൊക്കെ ഉണ്ട്. FJ ക്രൂസറൊക്കെ 1-2 കണ്ടുള്ളൂ, പക്ഷെ എന്നാലും ഉണ്ട് ഇവിടെ. പിന്നെ ഇസൂസുവിൻ്റെ വണ്ടികളുണ്ട്. ടൊയോറ്റോൻ്റെ തന്നെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. സുസുക്കിയുടെ സ്വിഫ്റ്റ് കണ്ടു. സെലേരി ഒന്ന് രാവിലെ ഒരെണ്ണം കണ്ടു. പിന്നെ അങ്ങനെ അത് കണ്ടൊന്നുമില്ല. സോ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വണ്ടി. പിന്നെ മാസ്ദ ഉണ്ട് കേട്ടോ. മാസ്ദയുടെ ഒക്കെ ചില വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരുതി സുസുക്കി എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ എടുത്തതെന്ന് വരെ നമുക്ക് മനസ്സിലാവും. അതെ, പറഞ്ഞു വായെടുത്തില്ല, ഒരു സുയാസ് വന്നു. ഹോണ്ട സിറ്റി പറഞ്ഞു വായെടുക്കാത്ത മുമ്പ് ഓരോ വണ്ടി വരുന്നുണ്ട്. ഹോണ്ട സിറ്റി
ഞാൻ വിഷയത്തൊന്നും തെന്നി മാറുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് ടെമ്പിൾ വിസിറ്റാണ്, പക്ഷേ കാർ വിസിറ്റ് ആയിപ്പോയി. സോ ഇന്നിപ്പം സമയം 5:30 5:45. ഇപ്പോഴും വെയിലൊന്നും മാറിയിട്ടില്ല, സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും സൺസെറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ പോകേണ്ടി വരും. വീട്ടിലല്ല, ഹോസ്റ്റലിൽ പോകേണ്ടി വരും. എന്തായാലും ഇനി നമുക്ക് ഹോസ്റ്റലിൽ വെച്ച് കാണാം.